ഹേ എവ്രി വൺ അസ്സാം വലൈക്കും. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല മലബാറി സ്റ്റൈലിലെ വെജിറ്റബിൾ ബിരിയാണി വിത്ത് സ്പൈസി ചില്ലി ചിക്കൻ ആയിട്ടാണ്. സോ എനിക്ക് ഓർമ്മയുള്ളപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ എല്ലാ ഫ്രൈഡേയും ബിരിയാണിയാണ് ആക്കൽ. ഇതിൽ ചില ഫ്രൈഡേയിലാണ് ഇതുപോലെ സ്പെഷ്യലായിട്ട് വെജിറ്റബിൾ ബിരിയാണിയും അതിൻ്റെ കൂടെ ചില്ലി ചിക്കനും ആക്കൽ. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇതാണ് ഞാൻ പറയും. കാരണം എന്നെ പോലെ ചിക്കനും ബീഫും ഫിഷൊന്നും മര്യാദയ്ക്ക് കൂട്ടാത്ത ആൾക്ക് ഇത് തിന്നലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഉമ്മ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇന്നാ വീഡിയോ എടുക്കാമെന്ന്. പിന്നെ ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യലും കൂടി ഉണ്ട്. നമ്മൾ നോർമലി ചിക്കൻ ബിരിയാണി ആക്കുന്ന സമയത്തെല്ലാം വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടിട്ട് മസാലയെല്ലാം മാറ്റി വെച്ച് തിന്നുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ പറ്റില്ല. നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇതിലെല്ലാ വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മാറ്റി വെക്കുന്ന പരിപാടി ഇതിലും നടക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ. വീട്ടിൽ പിള്ളേർക്കെല്ലാം വേസ്റ്റ് ആക്കും എന്ന് പേടിയില്ലാണ്ട് നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ശരിക്കും ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്തിട്ട് നമുക്കിതാക്കുകയും ചെയ്യാം. അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചോറാക്കി അത് ദമ്മിടേ വേണ്ടു. ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ലടോ. നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കട്ട് ചെയ്യുക, അതെല്ലാം കൂടി നല്ല രീതിയിൽ മസാല ആയിട്ട് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ആഡ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ആക്കാൻ വെക്കുക. നോർമൽ നമ്മൾ നെയ്ച്ചോറ് സെറ്റാക്കുന്നതിൽ കുറച്ച് വെറൈറ്റി ആണ് ഇത്. കാരണം ഇതിൽ നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടേസ്റ്റും കൂടി വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ചുകൂടി വെറൈറ്റി ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ നമുക്കിതിലേക്ക് റൈസ് ആഡ് ആക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ആഡ് ആക്കാം കേട്ടോ. ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നേരത്തെ സെറ്റാക്കി വെച്ച മസാലയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും സോയാ സോസും ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ആഡ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയത്തേക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്തിൽ നമ്മൾ നെയ്ച്ചോറ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. അതായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മ പറയുന്നത്, എടാ മസാലയിലേക്ക് മുട്ട ആഡാക്കാൻ മറന്നു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെന്താ, മുട്ടയല്ലേ പാലും ആഡാക്കാന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ മുട്ട ആക്കാൻ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകട്ടാ. മുട്ടയാണ് ഇതിൽ മെയിൻ. ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു ബിരിയാണി ചെമ്പാണ്. ഇനിയാണ് നമ്മൾ മുട്ട ആഡാക്കാൻ പോകുന്നത്. നേരത്തെ മറന്നുപോയ മുട്ട ഇപ്പാണ് നമ്മൾ ആഡാക്കുന്നത്. ഇനിയാണ് നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കിടക്കാൻ പോകുന്നത്. വേറൊന്നല്ല, ബിരിയാണി നമ്മൾ ദമ്മിടാൻ പോവാണ്. ഇനിയിപ്പോൾ എന്താ, ഓരോ ലെയറായിട്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കാം. നോർമൽ നമ്മൾ ബിരിയാണി എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഓവർ നെയ്യായി പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ആ മസാലയും ചോറെല്ലാം കൂടി അതങ്ങ് ബാലൻസ് ചെയ്ത് സെറ്റ് ആയിക്കോളും. അങ്ങനെ ഇത് സെറ്റാക്കി വെച്ചിട്ട് വേണം നമുക്ക് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള സ്പൈസി ചില്ലി ചിക്കനിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഇത് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് ഓണിയനും ക്യാപ്സിക്കോ എല്ലാം ഇട്ട് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കാം. ഇതാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ആവാണ്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് എടുത്തതാണ്. ഇതിലേന് മസാല മാത്രമേ നമുക്ക് സെറ്റാക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസും അതിനോട് സോയാ സോസും ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും എല്ലാം ഒഴിച്ചിട്ട് നമുക്കിതും സെറ്റാക്കി എടുക്കാം. ലാസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പിന്നെ എന്താ, വീട്ടിലാരെങ്കിലും വരുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലാക്കി കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ.